വേൾഡ് കപ്പ് ഫുട്ബോളിന്റെ ആരവങ്ങൾക്കിടയിൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ പറ്റുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരു പ്രയോഗമുണ്ട്. ഒരു കളിക്കാരൻ ഗോളടിച്ചാൽ, അതുമല്ലെങ്കിൽ കളി ജയിച്ചാൽ, അതുമല്ലെങ്കിൽ ചാമ്പ്യന്മാരായാൽ നടത്തുന്ന നമുക്കൊക്കെ പരിചയമുള്ള ഒരു ആഹ്ലാദ പ്രകടനമുണ്ട്. ഗോളടിച്ച കളിക്കാരൻ, അതല്ലെങ്കിൽ കളി ജയിച്ച ടീം, ഇവരുടെ എല്ലാം മേലേക്ക് സഹപ്രവർത്തകർ ചാടി വീഴും. അവർ ഒന്നിനു മേലെ മറ്റൊന്നായി പരസ്പരം പൊതിയും. ഇങ്ങനെയുള്ള ഒരു രംഗം വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. സാക്ഷാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ പാരായണം നടത്തി എഴുന്നേറ്റ് നമസ്കരിക്കുകയാണ്. അപ്പോഴാണ് അതുവഴി ഏതാനും ചില ജിന്നുകൾ കടന്നുപോയത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ അവർ ആകൃഷ്ടരായി. അതേക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് വ അന്നഹു ലമ്മാ ഖാമ അബ്ദുല്ലാ യദഉ, അള്ളാഹുവിൻ്റെ അടിമ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ആ സന്ദർഭത്തിൽ കാതു യകൂനൂന അലൈഹി ലിബദ, ഈ ജിന്നുകളെല്ലാം അദ്ദേഹത്തിൻ്റെ മേൽ ചാടി വീണ് പൊതിഞ്ഞു നിൽക്കാറായി എന്നുള്ളതാണ് ഖുർആൻ പറയുന്നത്. ഈ ലിബദ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒന്നിനു മേലെ മറ്റൊന്നായി പൊതിഞ്ഞു നിൽക്കുക എന്നാണ് അർത്ഥം. വിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യന്റെ ഖേദപ്രകടനത്തെക്കുറിച്ച് പറയുന്നത് യഖൂലു അഹ്ലക്തു മാലൽ ലുബദ എന്നുള്ളതാണ്. ഈ ഒരു ലുബദ് എന്ന് പറയുന്നത് കുമിഞ്ഞുകൂടിയിട്ടുള്ള സമ്പത്ത് എന്നാണ് അർത്ഥം. ചുരുക്കത്തിൽ വിശുദ്ധ ഖുർആൻ ഈ പദം കൊണ്ട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കയ്യിലുള്ള വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് നിസ്സാരമല്ല. അതിനെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട വിധത്തിൽ ചേർത്ത് പിടിച്ചാൽ ജിന്നുകളും ഇൻസുകളുമൊക്കെ നമ്മുടെ മേൽ പൊതിഞ്ഞു നിൽക്കുമെന്നാണ് ഖുർആൻ പറഞ്ഞു വെക്കുന്നത്.